നമസ്കാരം. ധനുഷ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയ ഒരു കണ്ടൻറ്റാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഏറ്റവും ഈസി ആയിരിക്കും അത് പഠിക്കാൻ. തുടക്കക്കാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 123/2023 അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉണ്ട്. അപ്പോൾ ഇത് നോക്കാം. ഫസ്റ്റ് വൺ, ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന വിഖ്യാതമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആരെല്ലാം? ആൻസർ വില്യം 3 മേരി 2. വില്യം 3 മേരി 2. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ ഉണ്ടായ ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? ആൻസർ ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധമാണ്. 3 വട്ടമേൽ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. അടുത്തത്, നിഭേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? അകക്കാമ്പാണ്. നിഭേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ്? അകക്കാമ്പ്. വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ആൻസർ സ്ട്രാറ്റോസ്ഫിയർ ആണ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷ പാളി. നെക്സ്റ്റ് വൺ, കബനി പോഷക നദിയായുള്ള ഉപദ്വീപീയ നദി ഏതാണ്? ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ കാവേരി. കാവേരിയുടെ പോഷക നദിയാണ് കബനി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും പടിഞ്ഞാറുള്ള തുറമുഖം ഏതാണ്? കാട്ട്ല തുറമുഖം. നെക്സ്റ്റ് വൺ, ഗംഗാനദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗംഗാനദിയുടെ ചതുപ്പ് ഡെൽറ്റ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ആൻസർ സുന്ദർബൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം പെട്രോളിയം, സ്വർണം, വാഹനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനം ഏതാണ്? പെട്രോളിയം. നെക്സ്റ്റ് വൺ, നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. നെക്സ്റ്റ് വൺ, പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്? മാർച്ച് 15, 1950. പ്ലാനിംഗ് കമ്മീഷൻ മാർച്ച് 15, 1950 ആണ്. നെക്സ്റ്റ് വൺ, ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന ഏതാണ്? ആഗോളവൽക്കരണത്തെക്കുറിച്ചൊക്കെ പറയുന്ന സംഘടന ഏതാണ്? ആൻസർ ലോക വ്യാപാര സംഘടന, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആഗോളവൽക്കരണം സംഘടന ഏതാണ്? ലോക വ്യാപാര സംഘടന, WTO. നെക്സ്റ്റ് വൺ, അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം ഏതുമായിട്ടാണ്? ബജറ്റ് 2023-24 അമൃതകാലം. ബജറ്റ് 2023-24 അമൃതകാലം. കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേഖലയുമായി ചേർന്നിരിക്കുന്നു? ഏത് മേഖലയാണ്? ചെറുകിട വ്യവസായം. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായം. നെക്സ്റ്റ് വൺ, നീലവിപ്ലവം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? നീലവിപ്ലവം എവിടെയാണ്? മത്സ്യബന്ധനം. ജലാശയങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ നീലയാണ് വരയ്ക്കുക. സോ മത്സ്യബന്ധനം, മീനും മത്സ്യബന്ധനം, വെള്ളം. നീലവിപ്ലവം, മത്സ്യബന്ധനം. നെക്സ്റ്റ്, ചേരുംപടി ചെറുക്ക. സിമ്പിൾ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമുക്ക് നോക്കാം. ഏതാണത്? ഇതാണ് ആൻസർ. ബി ആണ് ആൻസർ. അപ്പോൾ സ്ഥാനപ്പേര് നിർത്തലാക്കൽ എവിടെ വരിക? വകുപ്പ് 18 ആണ്. സ്ഥാനപ്പേര് നിർത്തലാക്കൽ വകുപ്പ് 18 ആണ് വരിക. നെക്സ്റ്റ്, അവസര സമത്വം അവസരം 16 ആണ്. നെക്സ്റ്റ് എന്താണ് പറയുക? തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി
അറിയാം. വകുപ്പ് 17 നെക്സ്റ്റ്, നിയമത്തിന് മുന്നിൽ സമത്വം ഉണ്ടാവുക. അതേതാണ് സമത്വം വരുന്നത്? 14. നിയമം ലോ 14 എന്ന് പഠിക്കണം. അപ്പോൾ നിയമത്തിന് മുന്നിൽ സമത്വമാണ് 14 വരിക. അൺടച്ചബിലിറ്റി 17 തൊട്ടുകൂടെ 17 നെക്സ്റ്റ് വരുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കൺകറൻറ്റ് വിഷയത്തിൽപ്പെട്ടവ ഏതെല്ലാം? ആൻസർ ട്രേഡ് യൂണിയനാണ്. ട്രേഡ് യൂണിയൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓപ്ഷൻ എ ആണ് ട്രേഡ് യൂണിയൻ. കൺകറൻറ്റ് വിഷയം ട്രേഡ് യൂണിയനാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2014-15 നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2014-15 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏതാണത്? വയോ അമൃതം പദ്ധതി. വൃദ്ധസദനങ്ങളിലെയാണ് ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. അടുത്തത്, കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്ത തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? രണ്ടാമത്തതാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ നിലവിൽ വരുന്നത് 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് എപ്പോഴാണ്? 1993 ഡിസംബർ 3 പിന്നെയുള്ളതോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്താറുള്ളത്. അടുത്തത്, എ ഷാജഹാൻ IAS ആണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. തെറ്റായ പ്രസ്താവന രണ്ടാമത്തതാണ്. ഓക്കെ അല്ലേ? ആൻസർ ഓപ്ഷൻ സി ആണ്. അല്ലേ? എല്ലാ പ്രസ്താവനകളും അവിടെ 1, 2, 3, 4 ശരിയാണ്. ജമ്മു കാശ്മീർ, അതായത് ജമ്മു കാശ്മീർ വിഭജിച്ച് ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. അറിയാമല്ലോ. നെക്സ്റ്റ്, 370 335 റദ്ദാക്കി അല്ലേ? നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥകളും ജമ്മു കാശ്മീരിന് ബാധകമാക്കി. പിന്നീട് വന്നത് ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമം നിലവിൽ നിന്നാണ് 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നതെന്നാണ് 2019 ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരിൽ വൃഷ്ണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷ്ണസഞ്ചിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? 2 കാരണങ്ങൾ പറയുന്നുണ്ട് അവിടെ. ഒന്ന്, വൃഷ്ണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ വേണ്ടിയാണ്. മറ്റൊന്ന്, വൃഷ്ണങ്ങളെ ഉൾക്കൊള്ള ഉദരാശയത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് മനുഷ്യരിൽ വൃഷ്ണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷ്ണസഞ്ചിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ നമുക്കെന്താണ്? ഒന്നാമത്തെ ശരിയല്ലേ? നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാക്കും. ഉൾക്കൊള്ളാത്തതുകൊണ്ടല്ലല്ലോ താഴേക്ക് പോവുക. അപ്പോൾ എന്താ പറയുക? വൃഷ്ണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പം തെറ്റായ പ്രസ്താവന, ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഒന്നാമത്തെ ആൻസർ അല്ലേ? അതായത് വൃഷ്ണങ്ങൾ താപനിലയേക്കാൾ അല്ലേ താപനില നോർമലാക്കാൻ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ്, ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം. ജീവകം B12 അല്ലേ? B12 കുടലിലൊക്കെ ആവശ്യമുണ്ട്. B12 എന്താണ് പറയുക? ആൻസർ എവിടെയാണ്? കൊബാൾട്ടാണ്. ജീവകം 12 സൈനക്കോബലാമിൻ കൊബാൾട്ട് B12 അടങ്ങിയ ലോഹം അതാണ്. അടുത്തത്, ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്നില്ല, അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ അതുവഴി പോവില്ല. ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? അല്ലേ? ഇതുവഴി സർക്കുലേഷൻ കുറവായിട്ട് വരും. അപ്പോൾ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? രക്തക്കുഴലുകളിൽ കാൽസ്യവും കൊഴുപ്പും കൊളസ്ട്രോളും അടിഞ്ഞു കൂടിയിട്ട് അതുവഴി എന്താ പോകുന്നില്ല, അതിൻ്റെ ഉള്ളിൽ കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അങ്ങനെ
വ്യാപ്തം കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? ആൻസർ എന്താ? ആർത്രോസ്ക്ലിറോസിസ്. അതിസ്ക്ലിറോസിസ് അല്ലേ? ആർത്രോസ്ക്ലിറോസിസ് എന്ന് പറയാം അല്ലേ? അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുമ്പോൾ ആർത്രോസ്ക്ലിറോസിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, മനുഷ്യൻ്റെ അന്നപഥത്തിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന തടയുന്ന അടപ്പ് ഏതാണ്? അല്ലേ, ഈ അടുത്ത സമയത്ത് ഈ 2025 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മനുഷ്യൻ്റെ അന്നപഥത്തിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന തടയുന്ന അടപ്പ്. അന്നപഥം ഒരു കുഴലിങ്ങനെ അല്ലേ, അന്നപഥത്തിൻ്റെ നമ്മൾ വായിന്ന് ആഹാരം എടുക്കുമ്പോൾ അത് അന്നപഥം വഴി വരുന്നു, കൂടെ മൂക്കിൻ്റെ ശ്വാസമില്ല, ശ്വാസനാളവും ഇതിൻ്റെ കൂടെ തന്നെ ചേർന്നാൽ പോവുക. അപ്പോൾ രണ്ടും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടും ഇവിടെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്നു, ഒന്ന് ശ്വാസകോശമായിട്ട് മാറുന്നു, ബാക്കി ഭാഗം അല്ല എന്താ പറയുക ആമാശയവും കുടലുമായിട്ട് പോകുന്നില്ല. അപ്പം ഇവിടെ ഒരു സിംഗിൾ കുഴലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊരു സംഭവം ഉണ്ട് അവിടെ, ഏതാണെന്ന് അറിയണം. അപ്പോൾ ഏതാണ് ആ അടപ്പ്? മനുഷ്യൻ്റെ അന്നപഥത്തിൽ നിന്നും ആഹാരങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന തടയുന്ന അടപ്പ് ഏതാണ്? ക്ലോമപിധാനം, അല്ലെങ്കിൽ വേറൊരു പേരെന്ത് ഇംഗ്ലീഷിൽ പറയും എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. എപ്പിഗ്ലോട്ടിസ് അതും ചോദിക്കാറുണ്ട് അങ്ങനെ തന്നെ, എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ എന്ത് പറയും ക്ലോമപിധാനം അല്ലേ. എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിധാനം എന്ന് പറയും. അടുത്തത്, ഒമിക്രോൺ വൈറസിൻ്റെ ഏറ്റവും പുതിയ വകഭേദം ഏതാണ്? ഒമിക്രോൺ വൈറസിൻ്റെ ഏറ്റവും പുതിയ വകഭേദം ഏതാണ്? XBB.1.16 ആണ്. XBB.1.16 ആണ് ഒമിക്രോൺ വൈറസിൻ്റെ പുതിയ വകഭേദം. നെക്സ്റ്റ്, ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകോശജീവി അല്ലേ. മലമ്പനി നിൽക്കുമ്പോൾ പ്രോട്ടോസോവയാണെന്ന് നമുക്കറിയാം, പ്ലാസ്മോഡിയം ആണെന്നറിയാം. ഇതിൽ മാരകമായ മലമ്പനിക്ക് എന്ന ചോദ്യം, മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാവുന്ന സാധ്യതയുള്ള കോശം ഏകോശജീവി. അപ്പോൾ നമ്മൾ മലമ്പനി നീക്കും പ്രോട്ടോസോവയാണെന്നറിയാം, നമുക്ക് പ്ലാസ്മോഡിയം ആണെന്നും അറിയില്ലേ. അപ്പോൾ അതിൽ മാരകം ഏതെന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഏതാണത്? പ്ലാസ്മോഡിയം ഫാൽസിപ്പേറമാണ് കേട്ടോ. സാധാരണ പഠിക്കുന്ന പ്ലാസ്മോഡിയം വൈവാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഏറ്റവും മാരക മലമ്പനി ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പേറം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ല തുടരുന്നത് ഏതാണ്? വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ശബ്ദതരംഗം സഞ്ചരിക്കുമ്പോൾ മാറ്റമില്ലാതെ പോകുന്നത് ഏതവസ്ഥയാണ്? വേഗതയാണോ, തീവ്രതയാണോ, തരംഗ ദൈർഘ്യമാണോ, ആവർത്തിയാണോ മാറ്റമില്ലാതെ തുടർന്ന് കൊണ്ട് പോകുന്നത് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ആവർത്തിക്കാണ് മാറ്റം വരാത്തത്. ശൂന്യത്തിൽ നിന്നും വെള്ളത്തിലേക്ക് തരംഗം പ്രവേശിക്കുമ്പോൾ ഇവിടെ എന്താണ്? എൻ്റെ ആവർത്തിയാണ് കുറഞ്ഞു പോവുക. നെക്സ്റ്റ് വരുന്നത്, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കൽ ദൂരം എഫ് ആണെങ്കിൽ ഒരു വസ്തുവും അതിന് യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഡാഷ് ആയിരിക്കും. എത്രയാണ്? 0 ആയിരിക്കും എന്നാണ് ആൻസർ. 0 ആയിരിക്കും. ഓക്കെ, അടുത്തത്, പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ പ്രവേഗം 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. തന്നിരിക്കുന്നവയിൽ ഏത് മാറ്റിയാൽ പ്രകാശത്തിൻ്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും? ഏതാണ്? ഇതൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. അപ്പം അല്ലേ, അതിന് മാറ്റമില്ല. 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇതിനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഫിസിക്സ് മെയിൻസ് ഒക്കെ ഉണ്ടാവും കൊല്ലത്തിൻ്റെ ആൾക്കാരില്ലേ. നെക്സ്റ്റ് വരുന്നത്, 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിൻ്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ജൂപ്പിറ്റർ എന്ന് പറയുമ്പോൾ വ്യാഴം, അതിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം, ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? അല്ലേ, എത്ര ഉണ്ട്? 92 എണ്ണമാണ് ഉപഗ്രഹങ്ങൾ. ഇനി ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന, ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും കാണിക്കില്ലേ. മാക്സ് പ്ലാങ്കിൻ്റെയൊക്കെ തിയറിയൊക്കെ വരുന്നത് അവിടെയാണ്. തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവുമാണ് ഇലക്ട്രോണിനെ കുറിച്ച് പറയുന്നത്. തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവമാണ് ഇലക്ട്രോൺസ്. നെക്സ്റ്റ്, ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഇവയിൽ ഏതാണ്? ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഇവയിൽ ഏതാണ്? H2O ഉണ്ട്, HCO3- HCl ഉണ്ട്, HS- ആംഫോട്ട് 2 സ്വഭാവം അല്ലേ.
ആംഫോട്ടറിക് സ്വഭാവം കാണിക്കാത്തത് ഏതാണ്? HCl ആണ്. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ്, അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലെ മൂലകമാണ്? അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണെന്ന് നോക്കുന്നത്. ആൻസർ എന്താണ്? F ബ്ലോക്കാണ്. അന്തഃസംക്രമണം F ബ്ലോക്ക് മൂലകമാണ്. നെക്സ്റ്റ്, ബബിൾ ഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? ബബിൾ ഗമിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? പോളിവിനൈൽ അസറ്റേറ്റ് ആണ്. പോളിവിനൈൽ അസറ്റേറ്റ്. നെക്സ്റ്റ്, ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയതാരാണ്? പ്രോത്തം പ്രതിശ്രുതി അല്ലേ? പ്രഥമ പ്രതിശ്രുതി. ആ നോവൽ എഴുതിയത് ആരാണ്? നോവൽ ആരാണത്? ആശാ പൂർണ്ണദേവി. ആശാ പൂർണ്ണദേവി. പ്രതിശ്രുതി പൂർണ്ണദേവി. അടുത്തത്, ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവും ബന്ധപ്പെട്ടിരിക്കുന്നു? ചവറ പാറുക്കുട്ടി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കലാകാരി ആയിരുന്നു? ചവറ പാറുക്കുട്ടി കഥകളിയാണ്. ചവറ കഥകളിയാണ്. ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിൻ്റെ ജന്മദേശം ഏതാണ്? ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിൻ്റെ ജന്മദേശം ഏതാണ്? ഹരിയാന. സാക്ഷി മാലിക് ഹരിയാന. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 11 ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം 11. അടുത്തത്, സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. പ്രഖ്യാപിക്കുന്നത് ഇന്ദിരാഗാന്ധി കേട്ടോ. സൈലൻറ്റ് വാലി ദേശീയോദ്യാനെ പ്രഖ്യാപിക്കുന്ന ആരാണ്? ഇന്ദിരാഗാന്ധി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്പറേഷൻ കാവേരിയാണ്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1957 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. സിദ്ധു കാനു വരുന്നില്ല അല്ലേ? നാനാ സാഹിബ് നമുക്കറിയാം, താന്തുത്തൊപ്പിയും അറിയാം അല്ലേ? ബഹദൂർ രണ്ടാമനുണ്ട്, കൺവൽ സിംഗ് ഉണ്ട്, ഗോനു ഒക്കെ ഉണ്ട് അല്ലേ? നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ആൾക്കാരെ മതി അല്ലേ? ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? നിസ്സഹകരണ പ്രസ്ഥാനം ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? സൈമൺ കമ്മീഷനാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി സൈമൺ കമ്മീഷൻ പറ്റി. ഖിലാഫത്ത് പ്രസ്ഥാനം, സിഡ്നി റൗലറ്റ് കമ്മിറ്റി, ദെൻ ജാലിയൻ വാലാബാഗ് അല്ലേ? ജാലിയൻ വാലാബാഗ് ഓർക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനം, റൗലറ്റ് കമ്മിറ്റി, അതിനോടൊക്കെ അനുബന്ധിച്ച് വരും. നമ്മൾ പഠിക്കുമ്പോൾ നിസ്സഹകരണം അങ്ങനെ വേണേൽ എഴുതാൻ പറ്റും. നിസ്സഹകരണ പ്രസ്ഥാനം പഠിച്ച് വരുമ്പോൾ റാങ്ക് ഫയലിലോ നോട്ടിലൊക്കെ പഠിച്ച് വരുമ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം, റൗലറ്റ് കമ്മിറ്റിയും ജാലിയൻ വാലാബാഗും പഠിക്കുന്നുണ്ട്. സൈമൺ നമ്മൾ ഏറ്റവും മുകളിലാണ് പഠിക്കുക, ഏറ്റവും ആദ്യം പഠിച്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് ആരായിരുന്നു? നേതാവ് വേലുത്തമ്പി ദളവയാണ് നാട്ടുകൂട്ടം ഇളക്കമെന്ന പ്രക്ഷോഭം. നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കാൻ അനുവാദം കൊടുത്ത ഭരണാധികാരി? ആൻസർ ജഹാംഗീർ ആണ്. നെക്സ്റ്റ് വൺ, പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശത്തിലുള്ള ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത് ഏത് അക്ഷാംശങ്ങളിലെ ഇളം ചൂടുള്ള സമുദ്രജലത്തിലാണ്? ആൻസർ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത്. 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വാതകമാണ് മാഗ്മയിൽ കാണപ്പെടുന്നത്? മാഗ്മ അല്ലേ, ലാവ ഉരുകി വരുന്ന മാഗ്മയില്ലേ, അതിൽ കാണപ്പെടുന്നത് ഏത് വാതകമാണ്? ആൻസർ ഇവയെല്ലാം എന്നാണ്. ആൻസർ ക്ലോറിൻ. അതായത് ക്ലോറിൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ. ക്ലോറിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജനും മാഗ്മയിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനായ സോൻമാർഗ്
സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ സോൻമാർഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരാണ് സോൻമാർഗ്. അത് ഇപ്പോൾ ഒരു നിയമം പഠിച്ചില്ല, പുനഃസംഘടന നിയമം 2019 പഠിച്ചില്ല. ജമ്മു കാശ്മീർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോൻമാർഗ് അവിടുത്തെ ഹിൽ സ്റ്റേഷനാണെന്നും കൂടി കണക്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ്, ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തര മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ എന്താണത്? എക്കൽ മണ്ണ്. ഉത്തര മഹാസമുദ്രം എക്കൽ മണ്ണാണ്. അപ്പോൾ നല്ലവണ്ണം കൃഷി ചെയ്യാനും സാധിക്കും. എക്കൽ മണ്ണ്, ഉത്തര മഹാസമുദ്രം എക്കൽ മണ്ണ് എന്ന് പഠിക്കണം. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. നെക്സ്റ്റ് വരുന്നത്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള. യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ ഏതാണ്? പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. അടുത്തത്, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ധാതു കലവറ ജാർഖണ്ഡാണ്. നെക്സ്റ്റ്, ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവൻ എന്നറിയപ്പെടുന്ന രാജ്യം. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഏഷ്യൻ ഭവനം ആരാണ്? ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പൈൻസ് ആണ്. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തത്, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? അതിൻ്റെ ആൻസർ ഇവയല്ല. അതായത് ഏതൊക്കെ വരുന്നുണ്ട് അവിടെ? ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇവയെല്ലാം എന്നാണ് അതിൻ്റെ ആൻസർ. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നിവ വരുന്നുണ്ട്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി, ഇവയെല്ലാം എന്നാണ്. നെക്സ്റ്റ്, ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ അത് ക്ഷീരവികസനം, പാലാണ്. ക്ഷീരവികസനം. ഓപ്പറേഷൻ ഫ്ലഡ് ക്ഷീരവികസനം. നെക്സ്റ്റ് വരുന്നത്, 2023 G7 ഉച്ചകോടി വേദി. 2023 G7 ഉച്ചകോടി വേദി ഹിരോഷിമയാണ്. നെക്സ്റ്റ് വരുന്നത്, സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1975 സെപ്റ്റംബർ 9 സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ് പ്രവർത്തനം ആരംഭിക്കുക. ഡേറ്റ് ഒന്നുകൂടി, 75 സെപ്റ്റംബർ 9. നെക്സ്റ്റ്, KSSMൻ്റെ പൂർണ്ണരൂപം എന്താണ്? KSSMൻ്റെ പൂർണ്ണരൂപം എന്താണ്? KSSM, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. അടുത്തത്, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ ആസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം. കേരള തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? ആൻസർ എന്താണ്? 25/5/2015 കേരള തണ്ണീർത്തട പദ്ധതി വന്നതെന്നാണ്. 25/5/2015. നെക്സ്റ്റ്, മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കുടിൽ വ്യവസായങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്താണ്? ഏത് വകുപ്പാണ് കുടിൽ വ്യവസായത്തെക്കുറിച്ച് പറയുന്നത്? കുടിൽ വ്യവസായം. ആൻസർ 43. കുടിൽ വ്യവസായം 43. നെക്സ്റ്റ് വൺ, മാർഗനിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് തന്നെ ഏതാണ്? എത്ര മുതൽ എത്ര വരെ എന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ 36 to 51. 36 മുതൽ 51 മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിച്ചത് എന്നാണ്? ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ആൻസർ 1949 നവംബർ 26. 49 നവംബർ 26 ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ചത് 49 നവംബർ 26. നവംബർ 26 ഓർത്തിരിക്കാം. നെക്സ്റ്റ് വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ
പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതൊക്കെയാണ്? പൗരത്വം. ആമുഖം കഴിഞ്ഞ് പൗരത്വം അവർ. നെക്സ്റ്റ് മൗലികാവകാശങ്ങളെക്കുറിച്ച്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ എത്ര മുതൽ എത്ര വരെ എന്നാണ് ചോദിച്ചേക്കുന്നത്. 5 മുതൽ 11 വരെയാണ് പൗരത്വം. 5 മുതൽ 11 വരെയാണ് പൗരത്വം പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ പേറ്റൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? പേറ്റൻറ്റ്. എൻ്റെയാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്വന്തമാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ആണെന്ന് ഉള്ള അവകാശമാണെന്ന് പേറ്റൻ്റ് എന്ന് പറയുക. പേറ്റൻ്റ് എന്ന് ഓർത്തിരിക്കാം. അത് പറയുന്ന വകുപ്പ് ഏതാണ്? നെക്സ്റ്റ്, 73ാമത് ഭരണഘടനാ ഭേദഗതി എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? 73ാമത്തെ ഭേദഗതി എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജാണ് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഒരെണ്ണം കൂടി, തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് ഒന്നുകൂടി, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയ ആരാണ്? ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 5 to 11. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നതുമായിട്ടാണ് പഞ്ചായത്തി രാജ്. 73 പഞ്ചായത്തി രാജാണ്. നെക്സ്റ്റ് വൺ, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ആർട്ടിക്കിളാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത്? 39D ആണ് വരിക. 39Dയിലാണ് തുല്യ ജോലിക്ക് തുല്യ വേതനം വരുന്നത്. നെക്സ്റ്റ് വൺ, ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഭരണഘടനാ ശില്പിയാണ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഭരണഘടനാ ശില്പി ആരാണ്? അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ബീജസങ്കലനം മനുഷ്യരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? ബീജസങ്കലനം മനുഷ്യരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് നടക്കുന്നത്? അണ്ഡവാഹിനി കുഴലിലാണ്. അല്ലേ? ഗർഭാശയം ഇവിടെ ഉണ്ടെങ്കിലും ഇല്ല, 2 ഭാഗം അണ്ഡവാഹിനി കുഴൽ ഇവിടെ ഉണ്ടല്ലേ? ഇത് ഗർഭാശയമാണെങ്കിൽ ഇത് 2 അണ്ഡവാഹിനി കുഴലാണ്. ഇവിടെ വെച്ച് എന്ത് നടക്കുക? ബീജസംയോഗം നടക്കുക. അതായത് പൂംബീജവും പിന്നെ അണ്ഡവുമായി സംയോജിച്ച് സിക്താണ്ഡം എന്ന് പറയുന്ന ഇതുണ്ടാകുന്നത് ഇവിടെ വെച്ചാണ്, ഈ അണ്ഡവാഹിനി കുഴലിൽ വെച്ചാണ്. അടുത്തത്, മീനമാതാ രോഗം ഏതിൻ്റെ മലിനീകരണം ബന്ധപ്പെട്ടിരിക്കുന്നു? മീനമാതാ രോഗം ഏതിൻ്റെ, മീനാമറ്റയല്ല, മീനമാതാ രോഗം ഏതിൻ്റെ മലിനീകരണം ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ HG, അതായത് മെർക്കുറി മലിനീകരണമാണ് മീനമാതാ രോഗം. നെക്സ്റ്റ്, മാംസത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസത്തിൻ്റെ കുറവുണ്ടാകുന്ന രോഗം ഏതാണ്? കാർഷിയോർക്കർ. നെക്സ്റ്റ് വൺ, വൈഡൽ ടെസ്റ്റ് രോഗം ഏതിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? വൈഡൽ ടെസ്റ്റ് ഏതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വൈഡൽ ടെസ്റ്റ്, വിഡാലല്ല, വൈഡൽ ടെസ്റ്റ് ഏതിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? ടൈഫോയിഡ് ആണ്. വൈഡൽ ടൈഫോയിഡും വൈഡലും കണക്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ്, അന്താരാഷ്ട്ര യോഗ ദിനം ഏതാണ്? ആൻസർ എന്താണ്? ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. നെക്സ്റ്റ് വൺ, താഴെപ്പറയുന്ന പ്രസ്താവന നോക്കി ഉത്തരം വിലയിരുത്തുക. ജിയുടെ പരമാവധി മൂല്യം ഭൂമധ്യരേഖയിലും ജി മീൻസ് ഗ്രാവിറ്റി, അതിൻ്റെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലുമാണ്. ഇതിലേതാണ് ശരി? ആൻസർ എന്താ നമുക്ക് വരിക? അതായത് രണ്ടാമത്തെ മാത്രമാണ് ശരി. ഓപ്ഷൻ B ആണ് ആൻസർ. ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശങ്ങളിലാണ് അനുഭവപ്പെടുക. ഓപ്ഷൻ B ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്? സാധാരണ TV റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ് രശ്മിയാണ് ഉപയോഗിക്കുക. ഇൻഫ്രാറെഡ് രശ്മിയാണ് TVയിൽ ഉപയോഗിക്കുക. ഇൻഫ്രാറെഡ്. അടുത്തത്, ഒരു ഗോളി ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയായിരിക്കും? ആൻസർ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, 2021 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതായിരുന്നു? ആൻസർ
പെൻബ്രൽ ചന്ദ്രഗ്രഹണം. പെൻ ബ്രൽ ചന്ദ്രഗ്രഹണം.